ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിന്നോട് ഒരു നെത്തോലി ഫ്രൈ, ഇവിടെ മെത്തൽ അല്ലെങ്കിൽ ചൂട എന്നൊക്കെ ഇതിനെ പറയുക, അത് ഫ്രൈ ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സാധാ നോർമൽ ഫ്രൈ ആണ്. നെത്തോലി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പ് അത്ര മാത്രമേ ഉള്ളൂ മസാലയ്ക്ക്. അത് നന്നായി മസാല തേച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മസാല പരട്ടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മീൻ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെയാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. ഒട്ടിപ്പിടിക്കുന്ന ചട്ടിയാണെങ്കിലും ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കുറയും കുറച്ച് നേരം ഫ്രീസ് ചെയ്താൽ. അപ്പോൾ ഞാൻ എന്തായാലും മസാല പരട്ടിയതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ചാനലിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ പിടിക്കുന്ന കാരണമാണ് കുപ്പിയുടെ മൂടിക്ക് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ മെത്തലെടുത്തിട്ട് ഇങ്ങനെ നിരയായിട്ട് വയ്ക്കുക. ഈ മെത്തൽ എന്ന് ഞങ്ങളൊക്കെ പറയുക, ചിലർ നത്തോലി, ചൂട എന്നൊക്കെ പറയും. ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാനാണ്, കറി വെച്ച് കഴിക്കാൻ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല എന്നല്ല, എന്നാലും കൂടുതലും ഫ്രൈ ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം. ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോഴേ നമുക്കിതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിക്കാൻ കുറച്ച് പാടാണിത്, ചെറിയ മീനായതുകൊണ്ട്. പക്ഷേ നല്ല ടേസ്റ്റാണ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ അപ്പുറം ഇപ്പുറം മറച്ചിട്ട് നന്നായി വേവിച്ചെടുത്തതിന് ശേഷം വേപ്പിൻ്റെ ഇല ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ വേപ്പിൻ്റെ ഇല ഒന്നും ഇട്ടിട്ടില്ല. വേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നെങ്കിൽ കാണാനും കൂടെ ഭംഗിയും സ്വാദൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും വേപ്പിൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ട് ഇതിലത് ഇട്ടിട്ടില്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഗൈസ്.